ഹായ്, കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റൽ ടോയ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഫൈനലി ഞാൻ ആ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ടോയ്സ് കുഞ്ഞുങ്ങൾക്ക് വാങ്ങുന്നതിന് മുൻപ് 2-3 കാര്യങ്ങളെങ്കിലും മെയിനായിട്ട് ചിന്തിക്കണം. ഒന്നാമത്, നമ്മളിത് പലതരത്തിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോയ് ആണോ എന്നുള്ളത്. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടോയ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്കില്ല് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ നോക്കണം. പിന്നെ ഈ ടോയ്സ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് പലതരത്തിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ്, അതുപോലെ തന്നെ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ, ഷേപ്പ് റെക്കഗ്നീഷനും ഐഡൻറ്റിഫിക്കേഷനും, അതുപോലെ തന്നെ കളറ്, പിന്നെ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഷോർട്ട് ടൈം മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഈ ഒരു സാധനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുട്ടികളത് ഇട്ട് കഴിയുമ്പോഴേക്കും അതിനകത്ത് തന്നെ നമുക്ക് അത് കറക്റ്റായിട്ട് അവർ പ്രൊനൗൺസ് ചെയ്യും. അപ്പം നമുക്ക് ആ ലാംഗ്വേജിനും പറ്റും, അതുപോലെ തന്നെ അതെന്ത് സാധനമാണെന്നുള്ളത് കുട്ടികൾ ഓർത്തിരുന്ന് പിന്നീട് അവർ വീണ്ടും അതെടുത്തിടുമ്പോൾ അവരത് റെക്കഗ്നൈസ് ചെയ്യും അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ അവരുടെ ഷോർട്ട് ടൈം മെമ്മറി കൂടി ഇമ്പ്രൂവ് ആകുകയും. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചേക്കുന്ന എല്ലാ ടോയ്സും ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഇവൾക്ക് യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും. അപ്പം ഞാൻ എല്ലാം ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടില്ല വീഡിയോയിൽ. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ടോയ്സ് എല്ലാം തന്നെ ഞാൻ മുന്നേ ഒരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു, ബോളിൻ്റേത്. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ നമ്മളത് തിരിച്ച് പറയിപ്പിക്കണം. അപ്പം നമുക്കറിയാൻ പറ്റും അവരത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് കളിക്കുമ്പോൾ എന്ന് വെച്ചാൽ അവരുടെ അറ്റൻഷനും കോൺസെൻട്രേഷനും ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകും. കാരണം നമുക്ക് പ്രിറ്റൻഡ് പ്ലേ കുട്ടികൾക്ക് കൊടുക്കാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പ്രിറ്റൻഡ് പ്ലേ എസ്പെഷ്യലി ഗേൾസ് ആണെങ്കിൽ പെൺകുട്ടികൾക്ക് എപ്പോഴും അത് കളിക്കാൻ ഇഷ്ടമായിരിക്കും. അതായത് അമ്മയാവാനും ടീച്ചറാവാനും അങ്ങനത്തെ കളിയൊക്കെ. അപ്പം അങ്ങനത്തെ കളികൾ ഒരുപാട് അങ്ങ് ആക്കരുത്. കാരണം അതിൽ മാത്രമായി പോകും അവരുടെ കോൺസെൻട്രേഷൻ. അതും കൊടുക്കാം, കാരണം അത് പലതരത്തിലുള്ള സെറ്റുകളുണ്ട്. കിച്ചൺ സെറ്റ്, ഡോക്ടർ സെറ്റ്, അങ്ങനെ പലതുണ്ടല്ലോ. അത് വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ നമ്മൾ അതിൽ മാത്രം ആവരുത് അവരുടെ കോൺസെൻട്രേഷൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. പിന്നെ പ്രിട്ടൺ പ്ലേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇമാജിനേഷൻ, അതുപോലെ തന്നെ റീക്രിയേഷൻ കപ്പാസിറ്റിയൊക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെയും പലതരത്തിലുള്ള ബ്ലോഗ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ ആദ്യമേ റേറ്റ് കുറഞ്ഞ ബ്ലോക്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ കുഞ്ഞുങ്ങൾ ഫോൺ അഡിക്റ്റ് ആണെങ്കിൽ ഈ ഒരു ടോയ് അതിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടറിനകത്ത് ഇങ്ങനെ ബോൾസ് പോലത്തെ അല്ല റിങ്സ് പോലത്തെ സാധനം അതിങ്ങനെ ഞെക്കി ചെയ്യുന്നതില്ലേ. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും, നമുക്ക് സ്ക്രീൻ ടൈം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇവർക്ക് സ്ക്രീൻ ടൈമും കാര്യങ്ങളും ഒന്നും ഇല്ല, എങ്കിലും നമ്മൾ അങ്ങനെ ഒരു ടോയും കൂടെ വാങ്ങിച്ചതാണ് ഈ കൂട്ടത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്തേക്കാം, പ്രോഡക്റ്റ് ലിങ്ക്. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഓരോന്നിനും എന്തൊക്കെ ടോയ് എന്തിനൊക്കെ ഹെൽപ്പാവും നിങ്ങളുടെ കുട്ടികൾക്കെന്ന് നോക്കണം. പിന്നെ നമ്മൾ ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കുട്ടികൾ കളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്കിടെ ഓരോ ഡെവലപ്മെൻറ്റിനും. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഷുഗറും അതുപോലത്തെ സംഭവങ്ങളൊക്കെ ചോക്ലേറ്റൊക്കെ ഒഴിവാക്കിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് കണ്ടോ, അവളിങ്ങനെ ടി വിയിൽ അവിടെ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിനനുസരിച്ച് ആളിവിടെ കേക്കായിട്ട് ഉണ്ടാക്കുന്നതാണ് അവളുടെ ടോയ്സ് എടുത്തു വെച്ചിട്ട്. അപ്പോൾ ടി വിയിലേക്ക് നോക്കുന്നില്ല ആൾ, അതിൽ കാണിക്കുന്ന രീതിയിൽ അവൾ അത് റീകോൾ ചെയ്തിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ടി വി കാണുകയില്ല, എന്നാൽ തനിയെ കളിക്കുകയും ചെയ്തോളൂ. അപ്പോൾ ഇങ്ങനത്തെ പല പരിപാടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോയ് ഇതിന് മാത്രമല്ല പലതരത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചേക്കുന്നതാണ്. നമ്മൾ ഷേപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ നമ്പേഴ്സും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്, മെയിൻലി കളറ്, അതിനൊക്കെ വേണ്ടിയാണ് ഈ ടോയ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് പലതരത്തിൽ കുഞ്ഞുങ്ങൾക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ പറ്റുന്നതാണോ എന്നും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ ടോയും വാങ്ങിക്കാൻ. അതുപോലെ തന്നെ ഒരുപാട് എക്സ്പെൻസീവായ സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുക. കാരണം ടോയ്സ് ആണ്, ഇത് ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ അവരൊരിക്കലും യൂസ് ചെയ്യില്ല. നമ്മളത് യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെൻസീവ് അല്ലാത്ത എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടോയ്സ് നോക്കിയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതാണ് ആദ്യം വാങ്ങിച്ചു കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് വലിയ സൈസൊക്കെ വാങ്ങിച്ചാൽ മതി. പിന്നെ ബുക്സ് നമുക്ക് പല ടൈപ്പ് വരുന്നുണ്ട്.